നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പോസിറ്റീവ് വിങ്സ് ടു സക്സസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എത്ര പണം വന്നാലും എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും എന്തോ ഒന്നിൻ്റെ കുറവ് അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നൊരു പേടി നമ്മെ വിട്ടുമാറുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, പ്രശ്നം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിലാണ്. യേശുക്രിസ്തു പറഞ്ഞു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10. ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് സമൃദ്ധിയുടെ ജീവിതമാണ്. എന്നാൽ പലപ്പോഴും ദാരിദ്ര്യ ചിന്താഗതി എന്ന ചങ്ങല നമ്മെ തളച്ചിടുന്നു. ഈ ചങ്ങല പൊട്ടിച്ചെറിയാനും നന്ദി എന്ന ലളിതമായ പ്രവൃത്തിയിലൂടെ ദൈവിക ഐശ്വര്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തുടങ്ങാം. ദാരിദ്ര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക്. നന്ദിയുള്ള ഹൃദയത്തിന്റെ ശക്തി. നമ്മുടെ പക്കൽ എത്രയുണ്ട് എന്നതല്ല, നമ്മൾ ഉള്ളതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. പലരും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നത് പണമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദാരിദ്ര്യ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. ഇതിൽ നിന്ന് മോചനം നേടി ക്രിസ്തീയ ദർശനത്തിലൂടെ എങ്ങനെ ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എന്താണ് ദാരിദ്ര്യ ചിന്താഗതി? ദാരിദ്ര്യം എന്നത് വെറുമൊരു ബാങ്ക് ബാലൻസ് പ്രശ്നമല്ല, അതൊരു ചിന്താരീതിയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ഭയം, എപ്പോഴും നഷ്ടപ്പെടുമെന്ന ഭയം; അസൂയ, മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം; പരിമിതികൾ, ദൈവത്തിന്റെ കൈകൾക്ക് പരിമിതിയുണ്ടെന്ന് ചിന്തിക്കുന്നത്. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ദൈവം അവർക്ക് മന്ന നൽകി. എന്നാൽ അവർ പഴയ അടിമത്ത ചിന്താഗതി വിടാത്തത് കൊണ്ട് എപ്പോഴും പരാതിക്കാരായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നാം പരാതിപ്പെടുമ്പോൾ നാം നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. സമ്പന്നതയിലേക്കുള്ള താക്കോൽ. ക്രിസ്തീയ ജീവിതത്തിന്റെ നന്ദി എന്നത് വെറുമൊരു മര്യാദയല്ല, അതൊരു ആയുധമാണ്. യേശുവിന്റെ മാതൃകയിലൂടെ പോയാൽ 5000 പേർക്ക് അപ്പം നൽകിയപ്പോൾ അതിനു മുൻപേ യേശു ചെയ്തത് എന്താണ്? തൻ്റെ കൈവശമുള്ള 5 അപ്പവും 2 മീനും ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു. കുറവുള്ളപ്പോൾ നന്ദി പറയുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. നന്ദി പറയുന്ന ഹൃദയം ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി തുറക്കപ്പെട്ട വാതിലാണ്. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. 1 തെസ്സലോനിക്ക 5:18. ചിന്താഗതി മാറ്റാനുള്ള പ്രായോഗിക വഴികൾ നോക്കാം നമുക്ക്. നമ്മുടെ മനസ്സിനെ എങ്ങനെ പുതുക്കാം? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ തോറ്റുപോയി തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾക്ക് പകരം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സംസാരിക്കുക. രണ്ടാമതായി, വിശ്വസ്തത. ഉള്ള ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക. ചെറിയതിനെ ബഹുമാനിക്കാത്തവർക്ക് വലിയത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മൂന്നാമതായി, കൊടുക്കുന്ന സ്വഭാവം. ദാരിദ്ര്യ ചിന്താഗതിയുള്ളവർ മുറുകെ പിടിക്കും, എന്നാൽ സമൃദ്ധിയുടെ ചിന്താഗതിയുള്ളവർ വിതയ്ക്കും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ലൂക്ക 6:38. 4. ദിവസവും നന്ദി പറയുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലഭിച്ച 5 അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്ന ശീലം തുടങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ ഒരു പാത്രമാകാൻ തയ്യാറാകണം. സാറഫാത്തിലെ വിധവയുടെ കഥ ഓർക്കുക. അവൾ തൻ്റെ പക്കലുള്ള കുറഞ്ഞ എണ്ണയുമായി പ്രവാചകനെ സമീപിച്ചപ്പോൾ കൂടുതൽ പാത്രങ്ങൾ ശേഖരിക്കാനാണ് നിർദ്ദേശിച്ചത്. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പാത്രം. ദൈവം അത് നിറയ്ക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മുടെ ചിന്താഗതിയിലെ ഇടുക്കം മാറണം. ദാരിദ്ര്യം നിങ്ങളുടെ പോക്കറ്റിലല്ല, നിങ്ങളുടെ ചിന്തകളിലാണ് അവസാനിക്കേണ്ടത്. ദൈവത്തിന്റെ കലവറ ഒരിക്കലും തീർന്നു പോകുന്നില്ല. ഇന്നു മുതൽ പരാതികൾ തീർത്ത് സ്തോത്രം പറഞ്ഞു തുടങ്ങാം. കർത്താവേ, എൻ്റെ കുറവുകളിലേക്ക് നോക്കാതെ അങ്ങയുടെ സമൃദ്ധിയിലേക്ക് നോക്കാൻ എന്നെ സഹായിക്കണമേ. നന്ദിയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ആമേൻ. ഈ ഒരു പ്രാർത്ഥന ചൊല്ലി നമുക്ക് കിടക്കാവുന്നതാണ് രാത്രിയിൽ. നമ്മുടെ ജീവിതം മാറുന്നത് സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല, മറിച്ച്
നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ്. ദാരിദ്ര്യ ചിന്താഗതിയിൽ നിന്ന് മോചനം നേടുക എന്നതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷേ ഓരോ ദിവസവും നന്ദി എന്ന വാക്ക് ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ സമൃദ്ധിയിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കുകയാണ്. ഈ ആഴ്ച നിങ്ങൾക്കായുള്ള ഒരു ചെറിയ ചാലഞ്ച്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന 3 നന്മകൾ ഒരു ഡയറിയിൽ കുറിക്കുകയോ ദൈവത്തോട് പറയുകയോ ചെയ്യുക. അത് എത്ര ചെറുതാണെങ്കിലും ശരി. കുറവുകളല്ല, നിറവുകളെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പോസിറ്റീവ് വിങ്സ് ടു സക്സസ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.